നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ വീഡിയോ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്ന എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ കൺമുമ്പിലുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. ഈ പ്രോസസ്സ് ഞാൻ പറയുന്ന പോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിതിപ്പോൾ ഇരുന്നുകൊണ്ടാണ് ചെയ്യണത്, പക്ഷേ നിങ്ങൾ നിന്നുകൊണ്ട് ചെയ്യണം. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, രണ്ട് കാലിലും ബോഡി വെയ്റ്റ് ഈക്വലായിട്ട് വെച്ചുകൊണ്ട് നിൽക്കുക. നിന്നിട്ട് വലത് തോളിന് നേരെ ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുക. ചൂണ്ടിപ്പിടിച്ചിട്ട് വലതുവശത്തേക്ക് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം കൈ കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ കൈ ഒന്ന് വലതുവശത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് മാക്സിമം എവിടെയാണോ എത്തുന്നത് ആ പോയിൻ്റ് ഒന്ന് നോക്കി മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഓക്കെ. എന്നിട്ട് കൈ വീണ്ടും ബാക്കിൽ നിന്ന് തിരിച്ച് നേരെ കൊണ്ടുവരുന്നു, കൈ താത്തിടുന്നു. കൈ താത്തിട്ടിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഓഡിയോടൊപ്പം ചെയ്യണം. നിങ്ങളുടെ കണ്ണുകൾ അടച്ചു വെക്കുക. കണ്ണടച്ചു വെച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടണം. ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം തോളുകളൊക്കെ അയച്ചിടുക. ശരീരം റിലാക്സ് ആക്കി വെക്കുക. നിങ്ങൾ കണ്ണടച്ചു വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതി. ഫിസിക്കലി ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ്. നമ്മൾ വലത് കൈ തോളിന് നേരെ ഉയർത്തി വെക്കുന്നു. വലതുവശത്തോട്ട് തിരിഞ്ഞ് ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ട പോയിൻ്റ് വരെ എത്തിക്കഴിഞ്ഞു. അതിൽ നിന്നും കുറച്ചും കൂടെ മുമ്പിലേക്ക് കൈ പോകുന്നതായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് കൈ നേരെ തിരിച്ചു വരുന്നു, കൈ വീണ്ടും താഴേക്ക് വെക്കുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. വൺസ് അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ. ഒരു ദീർഘശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തു വിടുന്നു, തോളുകളൊക്കെ അയച്ചിടുന്നു. വീണ്ടും കൈകൾ തോളിന് നേരെ ചൂണ്ടി വെക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് മാത്രമേ ചെയ്യാവൂ, ഫിസിക്കലി ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് വീണ്ടും നിങ്ങൾ വലതുവശത്തേക്ക് ചരിഞ്ഞ് ഈ വലത് കൈ നമ്മൾ രണ്ടാമത് എത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ, അതിനും അപ്പുറത്തൊരു പോയിൻ്റ് വരെ ഈ കൈ എത്തുന്നതായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ആ പോയിൻ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ആൻഡ് കം ബാക്ക്. കൈകൾ താത്തിടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. ഇനി കണ്ണ് തുറക്കും. ഇനി കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ ഈ ചെയ്ത പ്രക്രിയ നിങ്ങളൊന്ന് ഫിസിക്കലി ഒന്ന് ചെയ്ത് നോക്കും. അതായത് കൈകൾ തോളിന് നേരെ ഉയർത്തി വെക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക് പോകുന്നു, പോയി എവിടം വരെ നിങ്ങളുടെ കൈ പോകുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ. നിങ്ങളുടെ ഉൾക്കണ്ണിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാൻ സാധിക്കും. ഇന്ന് ഈ ലോകത്ത് ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ, സാധ്യമാക്കിയിട്ടുണ്ടോ, അതിനേറ്റവും കൂടുതൽ അവർക്ക് ഹെൽപ്പ് ചെയ്ത് അവരുടെ വിഷ്വലൈസേഷനാണ്. ആ എൻഡ് പ്രൊഡക്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള വിഷ്വലൈസേഷനാണ് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം സാധ്യമാക്കാനുള്ള കാരണം. നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കണം, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യും. നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വാഹനം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ചുറ്റുപാടുകളും, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലെവൽ, നിങ്ങളുടെ യാത്രകൾ പോകുന്ന എവിടെയൊക്കെ ആയിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ വേണ്ടുന്നത് അത് മുഴുവനും നിങ്ങൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യും. നിങ്ങളുടെ വിഷ്വലൈസേഷന് ഇമ്മൻസ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് പവർ ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഉൾക്കണ്ണിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ കൺമുമ്പിൽ കാണാൻ സാധിക്കും. ഉറപ്പിച്ചോളൂ, ഉൾക്കണ്ണിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ കൺമുമ്പിൽ കാണാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.